സ്വാമി ശരണം. ഹൈന്ദവ ഗർജന പ്രകമ്പനത്തിന് സ്മരണകൾ ഇരമ്പും സ്വാഭിമാന സുദിനം. ഇന്ന് ഡിസംബർ 6, ഹിന്ദു സ്വാഭിമാന ദിനം. രാമജന്മ ഭൂമിയുമായി ബന്ധപ്പെട്ട ജീവത്യാഗം വരിച്ച കർസേവകർക്ക് മുൻപിൽ ഞങ്ങളുടെ 100 കോടി പ്രണാമം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ 6-ന് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. അന്ന് മലപ്പുറം ജില്ലയിൽ അരങ്ങേറിയത് 2ാം മാപ്പിള കലാപമായിരുന്നു. സാധാരണക്കാരായ നിരപരാധികളായ 6 ഹിന്ദു സ്വയം സേവകരുടെ ജീവനുകളാണ് അതിൽ നമുക്ക് നഷ്ടമായത്. 1992 ഡിസംബർ 6-ന് തർക്കമന്ദിരം തകർക്കപ്പെടുമ്പോൾ മതേതരത്വത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ഒട്ടനേകം ഹിന്ദു കുടുംബങ്ങളെ അനാഥമാക്കുകയും ചെയ്തത് കാലം സൗകര്യപൂർവ്വം മറവിയിലാഴ്ത്തി. ഉത്തരേന്ത്യയിൽ ട്രെയിൻ സീറ്റ് തകർത്തതിൽ കൊല്ലപ്പെട്ടവർക്ക് ലക്ഷങ്ങളുമായി പറന്നവരും സമാധാനത്തിന്റെ കാവൽ മാലാഖകളെന്ന് നാഴികയ്ക്ക് 40 വട്ടം ഓതുന്നവരുമായ ഇടതു വലത് കക്ഷികൾ ആരും തന്നെ ഇക്കണ്ട കാലം ഈ പിടഞ്ഞു വീണ ജീവനുകളുടെ കുടുംബങ്ങളെ സാന്ത്വനിപ്പിക്കാൻ എത്തിയതേയില്ല. അന്നന്നത്തെ അന്നത്തിന് ഓടിപ്പാഞ്ഞിരുന്ന കേവലം ഹിന്ദു നാമധാരികളായതിനാൽ മാത്രം കൊല്ലപ്പെട്ട ഇവരെ ഓർക്കാതെ പോകുന്നത് മതേതര കേരളത്തിന്റെ മറ്റൊരു കപടമുഖം. ഡിസംബർ 7 പ്രഭാതത്തിൽ ജോലിക്ക് പോകുകയായിരുന്ന മഞ്ചേരി പുല്ലാരയിലെ മോഹൻദാസ്, രാജീവ് എന്ന ചെറുപ്പക്കാരെ ഹാലിളകി വന്ന 100ഓളം വരുന്ന മാപ്പിള അക്രമികൾ ആയുധങ്ങളുമായി വന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇന്നും അവരുടെ കുടുംബ ശ്മശാനത്തിൽ പോയാൽ നിത്യവും വിളക്ക് വയ്ക്കുന്ന ബലികുടീരം നമുക്കവിടെ കാണാൻ സാധിക്കും. പുല്ലാരയിലെ സംഭവത്തിന്റെ പിറ്റേ ദിവസം ഡിസംബർ 8-ന് കൊണ്ടോട്ടി മുണ്ടക്കുളത്തെ കോരുകുട്ടിയേട്ടൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു സംഘം മാപ്പിളമാർ വളയുകയും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ആരോഗ്യവാനായിരുന്ന കോരുകുട്ടിയേട്ടൻ അതിൽ ഒരാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തതോടെ അവർ ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്തെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത കോരുകുട്ടിയേട്ടൻ സ്വയം സേവകനായ അനിയൻ വേലായുധേട്ടനെയും കൂട്ടി കുറച്ചു ദിവസം വീട് വിട്ടു മാറി നിൽക്കുവാൻ തീരുമാനിച്ചു. ഈ സമയം മതവെറി പൂണ്ട ഒരു കൂട്ടം മാപ്പിളമാർ മുണ്ടക്കുളത്ത് സംഘടിക്കുകയും ഹിന്ദു വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുകയും 4ഓളം വീടുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. കോരുകുട്ടിയേട്ടന്റെ വീട്ടിൽ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് കൊണ്ടുവച്ച പണവും സ്വർണവും അപഹരിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. അവരെ കിട്ടാത്ത ദേഷ്യത്തിൽ സമീപത്തെ ക്ഷേത്രം തകർത്ത് തിരികെ വരുന്ന വഴി മാപ്പിള അക്രമി സംഘം സ്വയം സേവകരായ അച്യുതേട്ടനെയും ബാലേട്ടനെയും കണ്ടു. 50ഓളം വരുന്നവർക്ക് മുൻപിൽ കീഴ്പ്പെടാതെ 2 പേരും പൊരുതി. ആൾബലം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നറിഞ്ഞ അക്രമികൾ കല്ലുകൊണ്ട് എറിഞ്ഞിട്ടാണ് അച്യുതേട്ടനെയും ബാലേട്ടനെയും അന്ന് വെട്ടിക്കൊന്നത്. ജീവിക്കുന്ന രക്തസാക്ഷി കോരുകുട്ടിയേട്ടന്റെ അനിയൻ വേലായുധേട്ടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാനും ഏട്ടനും ഡിസംബർ 8-ന് രാത്രി സുരക്ഷിതമായ മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹാലിളകിയ മാപ്പിള കൂട്ടങ്ങൾ ഞങ്ങളെ കണ്ടത്. ഏട്ടനെ അവർ എന്തോ ചെയ്തു. എന്നെ അവർ മുളവടിയിൽ കെട്ടി മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ എന്ന വണ്ണം കല്ലുകൊണ്ട് തലയിൽ ഇടിക്കുകയും മരിച്ചു എന്നുറപ്പിച്ച ശേഷം അവർ അവിടെ വിട്ടു പോകുകയും ചെയ്തു. 14 ദിവസത്തിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ബോധം വരുന്നത്. 20 ദിവസത്തിനു ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് ബാക്കി സംഭവങ്ങൾ മുഴുവൻ അറിയുന്നത്. കോരുകുട്ടിയേട്ടന്റെ മൃതദേഹം 15 ദിവസങ്ങൾക്ക് ശേഷം ചാക്കിൽ കെട്ടിയ നിലയിൽ കാട്ടിൽ നിന്നാണ് കിട്ടിയത്. ഏതു പ്രതിസന്ധി ഘട്ടം പിന്നിട്ടാലും നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നതിന് നമ്മുടെ മുന്നിൽ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ബാലേട്ടന്റെ ഭാര്യ ദാക്ഷായണി അമ്മ പറക്കമുറ്റാത്ത പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട 5 മക്കൾ അവർ അതിജീവിച്ച് 15-ാം വയസ്സിൽ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റി പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തു. സമാജത്തിന് മുന്നിൽ ഈ സംഘ കുടുംബങ്ങൾ എല്ലാ രീതിയിലും മാതൃകയായി തന്നെ ജീവിക്കുന്നു. എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെടുന്നത് എന്ന് പോലും അറിയാതെ പിടഞ്ഞു വീണ ഈ ആത്മാക്കൾ പ്രാണപ്രതിഷ്ഠ വേളയിൽ സന്തോഷിച്ചിട്ടുണ്ടാകും. അവരുടെ കുടുംബങ്ങളും. മോഹൻദാസ്, രാജീവ്, കോരുക്കുട്ടി, ബാലൻ, അച്യുതൻ, വത്സരാജ്
ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് രാംലല്ലയുടെ തിരികെ വരവിനായി പ്രാണൻ വെടിഞ്ഞ അനേകായിരത്തിനൊപ്പം ആകാശങ്ങളിൽ ആനന്ദാശ്രു പൊഴിക്കുന്നവരായി ഇവരും ഉണ്ടാകും. മലപ്പുറത്തെ ഹിന്ദുവിന്റെ അതിജീവന ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരേടായി വരും തലമുറകൾക്ക് പൊരുതി മുന്നേറാനുള്ള വീരഗാഥയായി. ജയ് ശ്രീറാം.